നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ രഹസ്യം എന്താണ്? അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് എനർജി എന്താണ്? എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അതിനാൽ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ ഇത് വാലിഡ് ആകുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ആണെങ്കിൽ ഈ റീഡിങ്ങിനെ നിങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. മറിച്ചാണെങ്കിൽ നിങ്ങൾക്കിത് വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് വളരെ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. അതുപോലെ തന്നെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം എനർജറ്റിക് ആയൊരു പേഴ്സണാണ്. എല്ലാ കാര്യത്തിലും വളരെ ക്ലാരിറ്റിയോടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ അതിന് ശരിയായ ക്ലാരിറ്റി അവർ വരുത്താറുണ്ട്. എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരും വരായികളൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ അതൊക്കെ നോക്കി എന്തെങ്കിലും തരത്തിൽ പ്രോബ്ലംസ് ഒക്കെ വരുമോ എന്ന് നോക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർ പലപ്പോഴും അവരുടെ സ്വന്തം കാര്യം നോക്കുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ നിങ്ങൾക്ക് തരുന്ന പ്രാധാന്യത്തെക്കാൾ അവരുടെ ആവശ്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയമെല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പോലൊരു സ്നേഹം അവർ നിങ്ങൾക്ക് നൽകിയിട്ടില്ലെന്ന് പറയാം. ഇവർ ഒരിക്കലും ചാടിക്കേറി ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാറില്ല. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് നല്ല രീതിയിൽ എല്ലാവരെയും സ്നേഹിച്ചിട്ടും ഇങ്ങോട്ട് അത്തരത്തിലൊരു സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഈ വ്യക്തിയെ മാത്രമല്ല, അതായത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് മുൻപ് നിങ്ങൾക്ക് പല ചതികളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത പോലൊരു സ്നേഹമൊന്നും മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകിയിട്ടില്ലെന്ന് പറയാം. അപ്പം നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടൊരു നിലയിലായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. പലരും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും നൽകാതെ നിങ്ങൾ കൊടുത്ത സ്നേഹം പോലെ മറ്റുള്ളവർ നിങ്ങൾക്ക് തരാതെ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഒരുപാട് ആശ്വാസം നൽകുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ലഭിക്കാതെ പോയ സ്നേഹം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ബന്ധത്തെ പലരും എതിർത്തിട്ടുണ്ടാവാം. അതായത് അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ ബന്ധുക്കളിൽ ചിലരെങ്കിലും ആകാം. ഈ ബന്ധത്തെ അവർ എതിർത്തിട്ടുണ്ടാവാം. അവർ ചില മുന്നറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവാം. അതായത് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, മുമ്പ് സംഭവിച്ചതുപോലൊരു ചതി ഇനിയും ഉണ്ടാവാൻ ഇടയാക്കരുത് എന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാണിംഗ് നൽകിയിട്ടുണ്ടാവാം. അപ്പം എന്നിട്ട് പോലും അതെല്ലാം അവഗണിച്ച് ഇവരെ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ചു, ഹൃദയത്തിൽ കൊണ്ടു നടന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം എന്നത് അവരുടെ സമ്പത്ത് കണ്ടിട്ടോ അവരുടെ പൊസിഷൻസ് കണ്ടിട്ടോ ഒന്നുമല്ല. നിങ്ങളുടെ സ്നേഹം എന്നത് ആരിൽ നിന്നും ഒന്നും മോഹിച്ചുള്ളതല്ല. അതായത് ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻസ് വെച്ചല്ല നിങ്ങൾ ആരെയും സ്നേഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണുള്ളത്. നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ മാറിയാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ കരുതലും സ്നേഹവും ഒക്കെ അവരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇത്തരത്തിലൊരു സ്നേഹം മറ്റാരിൽ നിന്നും ഈ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ നൽകിയപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ മറ്റാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ലൈഫിൽ കിട്ടാത്ത പലതും നിങ്ങളിലൂടെ അവർക്ക് ലഭിച്ചു എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെപ്പറേഷൻ പീരീഡിലായിരിക്കാം. അങ്ങനെ
ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അതായത് അവർക്ക് സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നികത്താൻ അവർ ഒരുപാട് അധ്വാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരുപാട് സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെന്ന് പറയുന്നത് ഒരു ദൈവത്തെ പോലെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാത്തതും, അഥവാ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ റിപ്ലൈ തരാത്തതും ഒക്കെ. നിങ്ങളെ മാറ്റി നിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ടല്ല, നിങ്ങൾക്കൊരു മോശം അവസ്ഥ ഉണ്ടാകരുത് എന്ന് വെച്ചിട്ടാണ്. അതായത് നിങ്ങളോടുള്ള കരുതൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവരിപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന്. അവരിപ്പോൾ നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ അതിനാൽ അവരുടെ ശ്രദ്ധ, ആ ഒരു തേർഡ് പാർട്ടിയുടെ ശ്രദ്ധ നിങ്ങളിൽ വരാതിരിക്കാൻ ഇവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ലൈഫ് വീണ്ടും ഉണ്ട് എന്നാണ്. അവരുമായി ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പോരാടി വിജയിക്കേണ്ട 2 വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ ഒരുമിക്കുമെന്നുള്ള കാര്യം ഇവിടെ തീർച്ചയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര അകലെയാണെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ഇവിടെ വെച്ചെങ്കിലുമൊക്കെ കണ്ടുമുട്ടും. അപ്പോൾ നിങ്ങൾ മാരേജിനൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ വ്യക്തി കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് നല്ലൊരു സാമ്പത്തികം നോക്കണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അത്തരത്തിലുള്ള കുറച്ച് ചിന്തകൾക്കാണ്. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് ഇവരിപ്പോൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പല വ്യക്തികളെയും കാണേണ്ടതായിട്ടുണ്ടാവാം. അവരുടെ സഹായമൊക്കെ ഇതിന് ആവശ്യമായിട്ടുണ്ടാവാം. ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സേഫ്റ്റിയും ഒക്കെ നോക്കി തന്നെയാണ് നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ വ്യക്തി അകന്നു നിൽക്കുന്നത്. അതൊരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. അതായത് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എന്തിനേക്കാളും മികച്ചതെന്ന് തോന്നുന്നത് നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ സ്നേഹമാണ്. അതായത് നിങ്ങളുടെ കൂടെ ജീവിക്കണം, നിങ്ങൾക്ക് നല്ലൊരു സ്നേഹവും കരുതലും ഒക്കെ നൽകണം എന്ന ഒരു ചിന്ത, ആ ഒരു ചിന്തയോടുകൂടി ഇരിക്കുന്ന വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇവർക്ക് ഒരുപാട് ഓഫറുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ അവർ അതൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും നിങ്ങളിലേക്ക് തന്നെ വരാൻ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.